ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? പൊന്നൂനാക്കാനായിട്ട് ജൂഡ്സൺ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം തന്നെ തുണി അലക്കാനായിട്ട് വന്നതാണ് മെഷീനിലിടാൻ. രാവിലെ തന്നെ കറണ്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും പറയണ ദിവസങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ പോവാറില്ല. അപ്പോൾ എന്തായാലും ഇട്ടേക്കാമെന്ന് കരുതി. പക്ഷെ എൻ്റെ തോന്നൽ വെറുതെ ആയിരുന്നു കേട്ടോ. മെഷീൻ ഓണാക്കുമ്പോഴേക്കും കറണ്ട് പോയായിരുന്നേ. എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം അടുത്ത പണിയെന്ന് എഴുതിയിട്ട് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു കേട്ടോ. ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജൂഡ്സൺ വരുമ്പോൾ ചിലപ്പോൾ അപ്പം തന്നെ കഴിക്കും, ചിലപ്പോൾ കുറച്ച് വൈകിട്ടേ കഴിക്കുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയത് ഈ ബൊഗെയിൻവില്ല ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ടാണ്. കുറേ നീണ്ട് റോട്ടിലേക്ക് ഇങ്ങനെ വീഴാൻ പാകത്തിനായിട്ട് നിൽക്കുവാണ് കേട്ടോ. വലിയ ബലമില്ലാത്ത കൊമ്പാണ്. എന്നാലും ഞാൻ ഓർത്തൊന്ന് ആർച്ച് പോലെ വെച്ച് കൊടുക്കാൻ പറ്റിയാൽ അങ്ങനെ കൊടുക്കാമെന്ന് ഓർത്ത് പിടിച്ച് വളച്ചപ്പോൾ തന്നെ അതങ്ങോട്ട് ഒടിഞ്ഞ് കയ്യിലിരുന്നേ. പിന്നെ എന്ത് ചെയ്യാനാ, ബാക്കിയുള്ള കൊമ്പും കൂടെ ഞാൻ വെട്ടാമെന്ന് ഓർത്തു. പൂവ് അധികമുള്ള കൊമ്പ് വെട്ടാൻ എനിക്ക് ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത് വെട്ടിയില്ല. പൂ കുറഞ്ഞ ഭാഗം മാത്രം നീണ്ടു നിൽക്കുന്നത്, മതിലിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നത് മാത്രം ഞാൻ വെട്ടിയിട്ടാ. അപ്പോൾ താഴേന്നൊക്കെ ഒത്തിരി പൂവാണ് കേട്ടോ കഴിഞ്ഞ തവണ ഉണ്ടായത്. ഇത്തവണ താഴത്തെ ചില്ലകളിലൊന്നും അധികം പൂവ് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്ന് തന്നെയല്ല, ഉണ്ടായി തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ കരുതി അതിൻ്റെയൊക്കെ ഒന്ന് കൂമ്പ് നുള്ളി കൊടുക്കുകയാണെങ്കിൽ അതിലും കൂടി പൂക്കൾ വന്നോളുമല്ലോ. കൂമ്പ് നുള്ളുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പുതിയ തളിരുകൾ വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിറച്ച് പൂക്കളും ഉണ്ടാവും. ഞാൻ ഈ ബൊഗെയിൻവില്ല നട്ടേക്കണത് 10 ലിറ്ററിൻ്റെ പെയിൻറ്റിൻ്റെ ടിന്നിലാണ് കേട്ടോ. അന്നൊരു കൊമ്പ് കുത്തി കൊടുത്തപ്പം ഇതുപോലെ പിടിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ കൂടെ ഒരു വേപ്പൻ തൈയും കൂടി നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടും നല്ല ലഷായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പറിച്ച് നടാനായിട്ട് എനിക്കൊരു പേടി, രണ്ടും ചിലപ്പോൾ നഷ്ടപ്പെട്ടാലോ എന്നോർത്തിട്ട്. എന്തായാലും ഒരാൾക്കിടുന്ന വളം മറ്റേയാൾക്കും കിട്ടുമല്ലോ. അപ്പോൾ രണ്ടുപേരും ഉഷാറായിട്ട് തന്നെ നിൽക്കട്ടെ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡിലൊക്കെ മുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ നന്ദ്യാർവട്ടവും പിടിച്ചിട്ടുണ്ട് കേട്ടോ.